ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞാൻ ആ ജിതേഷിനെ തടയണ്ടായിരുന്നു. ഓം പറയുമ്പോഴെല്ലാം തോന്നുന്നു ഓം പറയുന്നത് ശരിയെന്ന്. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ തോന്നുക പല്ലവിയെന്നെ ശരിയെന്ന്. എൻ്റെ കല്യാണം ഈ ജന്മത്തിൽ നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഒന്നാമതേ ഇവിടെ പെമ്പിളർ കുറവാ. ഉള്ളതിനാണെങ്കിൽ നാട്ടിലില്ലാത്ത കണ്ടീഷൻസും ഡിമാൻഡ്സും. ചേട്ടനും ഉണ്ടായിരുന്നല്ലോ കുറെ കണ്ടീഷൻസും ഡിമാൻഡ്സും ഒക്കെ. ഏട്ടൻ കാരണം എത്ര ചേച്ചിമാര് വിഷമിച്ചിട്ടുണ്ടാവും. ആ പറഞ്ഞത് ശരിയാ പറഞ്ഞേ. ഞാൻ ഒരുപാട് പെമ്പിളറെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഓരെല്ലാം ശാപം ചിലപ്പോൾ ഉണ്ടാവും അല്ലേ എനിക്ക്. ചത്ത ഏട്ടാ എണീറ്റാ എണീക്ക്. എന്താടാ കട്ടു, നിങ്ങളെ കല്യാണം ഉറപ്പിച്ച് നല്ല നരിമാർക്ക് പോലത്തെ ഒരു ഏച്ചി. വേദനിച്ചെനക്ക്. അപ്പൊ സ്വപ്നല്ല. എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിക്കും. എന്തേ മാഷേ? ആരുമായിട്ട്? എപ്പോ? എങ്ങനെ? എന്റെ അച്ഛൻ വടക്കേലെ നാറാണം കാണിച്ചെന്ന പെണ്ണുമായിട്ട്. എടാ അച്ഛൻ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് നീയും അച്ഛനും കൂടി തൃക്കരി പോലെ ഒരു പെണ്ണാണാൻ പോയത് ഓർമ്മയുണ്ട് എനിക്ക്. ഏതൊരു ദൂരം ജാസ്തി ആയിട്ട് ഒഴിവാക്കിയ മാഷേ. ഓളെ ഞാൻ കണ്ടടാ അങ്ങ് തിരുനെല്ലിയിൽ വെച്ചിട്ട്. അച്ഛന്റെ ചിതാഭസ്മ നിമഞ്ജനം കഴിഞ്ഞ് തിരുനെല്ലിപ്പുഴയിൽ ഞാൻ നേരെ മുങ്ങി നേരുമ്പോ നേരെ മുമ്പിൽ നിൽക്കുന്ന പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരും. ഞാൻ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ആ വടക്കേലെ നാരായണൻ ലെജൻഡ് ആണറാ ലെജൻഡ്. അച്ഛന്റെ ചിതാഭസ്മം തിരുനെല്ലിപ്പുഴയിൽ ഒഴുകി പരന്നില്ലാണ്ടാവുന്നതിന് മുമ്പേ എന്റെ കാര്യം ശരിയാക്കിയിട്ടാണ് ഓറ് പോയത്. അച്ഛാ അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് കുട്ടീനെ ഒന്ന് പോയി കാണണ്ടേ? ഇനിയിപ്പോ അതൊന്നും വേണ്ടാന്ന്. എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാന്നല്ലാണ്ട് പറഞ്ഞു പറഞ്ഞ രാഘവന്റെ 70 എത്താനായി. എനിക്ക് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. പരസ്പരം അറിയാണ്ട് സംസാരിക്കാണ്ട് എങ്ങനെയാ? അത് ശരിയാ അച്ഛാ. ഉണ്ടായിരിക്കാണ്. നീ ആ ഗോപികയുടെ അടുത്ത് സംസാരിക്കാൻ പോയ ക്ഷീണം തന്നെ ഇതുവരെ മാറിയിട്ടില്ല. കല്യാണത്തിന് മുമ്പ് നീ വീടിന്റെ പടി ഇറങ്ങി നേരത്തെ അതിന്റെ കാലിന്റെ മുട്ടിന്റെ ചിരട്ട ചാട്ടിക്കളി. മാഷ 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 അറ്റാക്ക് ഒന്നും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബോധം വേണ്ടേ? ഒന്ന് മനസ്സിലാക്കാം. എടാ നീ എന്തിനാ ഈ മനസ്സിലാക്കണം എന്ന് പറയുന്നത്? എടാ ഓളപ്പുരം പോയിട്ട് ഒരു കാപ്പിയും കുടിച്ച് 2 മണിക്കൂർ സംസാരിച്ച് ഓളങ്ങ് മനസ്സിലാക്കാൻ പറ്റുന്ന? എടാ പഴയ ഒരു പാട്ടുണ്ട്, ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. എൻ്റെ പൊന്നു മോനെ ജയ്ഷെ, എത്ര യുഗം കിട്ടിയാലും ഈറ്റിങ്ങളൊന്നും ഒരു മനസ്സിലാക്കാൻ പറ്റില്ല. എടാ ഞാൻ നോക്കിയിട്ട് ഇതൊരു ഉഗ്രൻ ആലോചനയാണ്. നീ അത് ഇത് പറഞ്ഞ് തിരിഞ്ഞഴിച്ചിട്ട് ഇതും കൂടി മിസ്സായി പോയാ പിന്നെ നല്ലൊരു പെണ്ണുകെട്ടിലുണ്ടാവൂലേ? അവസാനം ഈ വലിയ തറവാട്ടില് നീ ഒറ്റക്കായി പോവേ. എന്റെ മൂത്രവും തീട്ടും കൂടി കോരാൻ ഒരു മനുഷ്യനുണ്ടാവൂല. ബാക്ക് നിന്റെ ഇഷ്ടം. ഈ കാര്യത്തിൽ അതിന്റെ വീട്ടുകാരെപ്പോഴാണേ? മലയാളി കല്യാണോ ജയചിന്നും കല്യാണോ. എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ, ബാക്കിയുള്ളവർക്കൊക്കെ ഫോട്ടോ എടുക്കാം. ഇനി ചോറ് വെച്ച് പോകാൻ വെക്കാനുണ്ട്. എന്നാലും എനിക്ക് അതല്ല പറഞ്ഞേ, വീണ് കിട്ടിയതാണെങ്കിൽ ഓനോന്റെ ടൈപ്പിൽ ഒരുക്കി തന്നെ കിട്ടിയല്ലോ എന്ന് ആലോചിക്കും. എന്റെ അനീഷേട്ടാ, നമ്മുടെ ജയേഷന്റെ ജാതകം ഉണ്ടല്ലോ, ഒരു ജാതി ജാതക. ഹലോ സുമിത്ര, ഓൻ ഫോട്ടോഷൂട്ടിലാണല്ലോ. കുഞ്ഞുമോളെ ഉരുട്ടിടലെങ്ങായി. ഒറ്റക്കിരിക്കുമ്പോൾ പ്രശ്നമില്ല, ഇവളും കൂടി ഇരിക്കുമ്പോൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ജയശേട്ടനൊന്നും ഇറങ്ങി, ഞാൻ കാണിച്ചിരുന്ന പരിപാടി ഒന്നിറങ്ങിയേ. അടുത്ത് വിളിച്ചാ പരിപാടി, സിമ്പിൾ പരിപാടി ഉള്ളത് കാണിച്ചുതരാം. സോറി മാൻ, എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ല. അത് കുഴപ്പമില്ല സുമിത്ര. ഹണിമൂണൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഇങ്ങോട്ട് വന്നാൽ മതി. തന്നെ അന്വേഷിച്ചിട്ട് ഇന്നലെ ഓഫീസിലെ താത്രിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. തന്റെ കരണ അടിച്ചു പുകച്ചിട്ടേ അവര് പേന കൈകൊണ്ട് തൊടുള്ളൂ എന്നാ പറഞ്ഞേ. അത് കാര്യമാക്കണ്ട, ഞാൻ നേരിട്ട് വന്നിട്ട് അവരോട് സോറി പറഞ്ഞു. ഓക്കെ ശരി. പെണ്ണല്ലേ മാഷേ പോന്നു. ചെക്കൻ കൂട്ടനായാലും ഇങ്ങനെയാ.
ഇതെല്ലാം എന്റെ അപ്പുറം കാണേണ്ടി വരും. ബാബു ഇനി ഒന്നും നോക്കണ്ട, ടച്ച് കാലെടുക്കല്ല. പെണ്ണ് വീട്ടുകാർ ഒറ്റ എടുത്ത് ജീവനോടെ പുറത്തു പോകാൻ പാടില്ല. ഏത് നായാണ് ഇവനെ ബുക്ക് ചെയ്ത് അച്ഛനാ? സ്പീഡ് കൂട്ട്. നിങ്ങൾ ഓന് പെണ്ണിനല്ല നോക്കണ്ടേ, വല്ല ആമ്പിളര് കിട്ടുമോ നോക്ക്. ഓ മഴവില്ലല്ലേ, മഴവില്ലേ കിളവോ? ഇനി അവൻ മഴവില്ലാതെ തന്നെയാണ് കുഴപ്പം. എനിക്ക് അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ എന്റെ പെണ്ണുങ്ങളെ മാപ്പുറത്തേക്ക് പറഞ്ഞേ. 9 മാസം കൊണ്ട് എനിക്ക് തിരിയാൻ പറ്റും. എന്റെ മഴവില്ലാതോ അത് ഇടിവില്ലാതോ? നിങ്ങളിങ്ങനെ സ്റ്റാൻഡേർഡ് വിടില്ലച്ചോ. എന്ത് സ്റ്റാൻഡേർഡ്? 1 മുതൽ 4 വരെ എല്ലാ സ്റ്റാൻഡേർഡ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിനപ്പുറമുള്ള സ്റ്റാൻഡേർഡ് നടക്കില്ല. ഒളിച്ചോടി നല്ല ശീലാണ്ടാ. പോ നോക്ക്, അടിച്ചു വിട്ടോ. ഓളെ അഹങ്കാരം നോക്കൊന്നും തിരിഞ്ഞോ നോക്കുന്നില്ല. കള്ള പഠിക്കണേ. എന്റെ മോന്റെ ജാതകത്തില് ഉമാമഹേശ്വരന്മാരെ കണ്ട് എനിക്ക് പെണ്ണ് ഒളിച്ചോടി പോന്ന് കണ്ടെത്താൻ പറ്റില്ലടാ. ഇല്ലടാ മരനായെ, ഇതല്ലൊരു കണക്കൂട്ടല്ല. പറയടാ, 6, 60, 16, 24 എത്ര? പറയടാ. നിങ്ങളെ കല്യാണം നടക്കുക ഒരു അസാധാരണ സാഹചര്യത്തിലായിരിക്കും. ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. നിങ്ങൾ കാരണം ഇവിടെ കലാപങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജിതേഷ്, വണ്ടി നിർത്ത്. വണ്ടി നിർത്തണം. എടാ നമുക്ക് പിടിക്കണം. എടാ വണ്ടി നിർത്തണം. ഞാനാ പറയുന്നത്, പിടിക്കും നമ്മള്. വണ്ടി നിർത്തണം. വണ്ടി നിർത്താൻ. എടുത്തോട്ട് തിരിക്കും. എടുത്തോട്ടാ. അങ്ങോട്ടല്ലേ പോയെ? ഇടത്തോട്ട് തിരിക്കാൻ. ഇന്റെ ഒരു കാര്യം